സമുറായ് ചരിത്രത്തിലെ ഏറ്റവും ശക്തരായ യോദ്ധാക്കൾ, ആത്മനിയന്ത്രണത്തിൻ്റെയും ശക്തിയുടെയും യഥാർത്ഥ പ്രതിനിധികൾ. ഇന്നത്തെ കാലത്ത് സമുറായിയുടെ പേരിൽ ഒരുപാട് തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. സമുറായിയുടെ ഡയറ്റ്, സമുറായിയുടെ വർക്കൗട്ട്, സമുറായിയുടെ മാനസികാവസ്ഥ എന്നുള്ള പേരിലൊക്കെ ഒരുപാട് സ്കാമുകളും ലോകത്ത് നടക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ സമുറായിയെക്കുറിച്ച് ലോകത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന മെജോറിറ്റി കാര്യങ്ങളും കള്ളങ്ങൾ മാത്രമാണ്. ഇന്നത്തെ വീഡിയോയിൽ സമുറായികളെക്കുറിച്ചുള്ള യഥാർത്ഥ സത്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഒരു സമുറായിയുടെ ശക്തി തുടങ്ങുന്നത് അവൻ്റെ ശരീരത്തിലല്ല, അവൻ്റെ മനസ്സിലാണ്. ബുഷിഡോ, അതായത് ഒരു യോദ്ധാവിൻ്റെ വഴി. അതായത് ഒരു സാമുറായി അവൻ്റെ ജീവിതത്തിൽ പാലിച്ചിരിക്കേണ്ട ഒരു ധാർമ്മിക കോഡായിരുന്നു ബുഷിഡോ, ഒരു യോദ്ധാവിൻ്റെ വഴി. നീതി, ധൈര്യം, കരുണ, ആദരം, സത്യസന്ധത, മാന്യത, വിശ്വസ്തത, ഈ ഗുണങ്ങളെല്ലാം തൻ്റെ പ്രഭുവിനോട് ഓരോ സാമുറായിയും അച്ചടക്കത്തോടെ പുലർത്തേണ്ട ഗുണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ ബുഷിഡോ ധാർമ്മിക കോഡുകൾ. ഒരു സമുറായിയുടെ ഏറ്റവും വലിയ ശക്തി അവൻ്റെ മനസ്സാണ്. അതായത് മനസ്സെപ്പോഴും നിശബ്ദമായിരിക്കണം, ഭയമില്ലാത്ത അവസ്ഥ, മറ്റ് ചിന്തകളൊന്നുമില്ലാത്ത അവസ്ഥ. ഒരു സമുറായി ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അയാൾ ഒരു സമുറായി അല്ല പിന്നീട്. അപ്പോൾ സമുറായികൾ ഭയമില്ലാത്ത ആൾക്കാരാണ്, അവരുടെ മനസ്സിൽ യാതൊരു ചിന്തകളുമില്ല. അപ്പോൾ ഈ ഒരു മാനസികാവസ്ഥ തന്നെയാണ് സമുറായികളെ ചരിത്രത്തിലെ ഏറ്റവും ശക്തരായ യോദ്ധാക്കളാക്കി മാറ്റിയത്. അപ്പോൾ സമുറായികൾക്ക് എങ്ങനെയാണ് ഇത്രയും ശക്തമായ ഒരു മനസ്സ് കിട്ടിയത്? അതിനുള്ള ഉത്തരവെന്ന് പറയുന്നത് ബുദ്ധിസം തന്നെയാണ്. സെൻ ബുദ്ധിസം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ് സമുറായികൾ. അതായത് ഞാൻ തന്നെ, എൻ്റെ വീഡിയോ കാണുന്ന പലർക്കും അറിയാം, ഇപ്പോൾ ഞാൻ തന്നെ ഹണ്ടർ ഗ്യാദർ ബുദ്ധിസം എന്നുള്ള ഒരു ഐഡിയോളജി ഡെവലപ്പ് ചെയ്തല്ലോ. അപ്പോൾ അതിൽ തന്നെ ഞാനും ഒരു ബുദ്ധിസ്റ്റാണ്. അതായത് ബുദ്ധൻ്റെ ഐഡിയോളജീസ്: ഒന്ന്, അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത അവസ്ഥ; രണ്ട്, പ്രസൻറ്റ് ജീവിക്കുക. എൻ്റെ അതേ മാനസികാവസ്ഥ തന്നെയായിരുന്നു സാമുറായികൾക്ക്, അല്ലെങ്കിൽ സാമുറായിസിൻ്റെ അതേ മാനസികാവസ്ഥ തന്നെയാണ് ഇപ്പോൾ എനിക്കുള്ളത്. അപ്പോൾ ഞാൻ ഈ ADF ഡയറ്റ്, 2DF ഡയറ്റൊക്കെ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു മാനസികാവസ്ഥ, അല്ലെങ്കിൽ ഈ സാമുറായി മെൻറ്റാലിറ്റി എനിക്ക് എത്രത്തോളം വന്നു എന്ന് എനിക്ക് ടെസ്റ്റ് ചെയ്യാനും കൂടെ ഈ ADF 2DF ഡയറ്റ് സഹായിച്ചു. അതായത് ഞാൻ വർഷങ്ങളുടെ ഡിസിപ്ലിനും ഹാർഡ് വർക്കൊക്കെ കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ബോഡി, ആ ബോഡി ADFും 2DF ഒക്കെ ഡയറ്റ് ഫോളോ ചെയ്ത് അതിൻ്റെ എഫക്റ്റുകൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ബോഡി അത് മൊത്തം നഷ്ടപ്പെട്ട് ഞാൻ എല്ലും തോലുമായാലും എനിക്കൊരു വിഷമമോ നഷ്ടബോധമോ ഉണ്ടായിരുന്നില്ല. അതായത് എൻ്റെ മനസ്സും സാമുറായികളെ പോലെ അത്രത്തോളം ഉന്നതിയിലെത്തി. അതായത് ലോകത്തൊന്നിനോടും അറ്റാച്ച്മെൻ്റ് ഇല്ല, സ്വന്തം കുടുംബത്തോടോ കുട്ടികളോടോ ഈ ലോകത്ത് ഏതെങ്കിലും സ്ഥലത്തോടോ ഒന്നും ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല. ആകപ്പാടെ ഉള്ളത് ബുഷിഡോ ആണ്, യോദ്ധാവിൻ്റെ വഴി. തങ്ങളുടെ പ്രഭുക്കന്മാരോട് ധാർമ്മികമായി പ്രഭുക്കന്മാരോട് കൂറ് പുലർത്തുക, ഇത് മാത്രമായിരുന്നു സാമുറായികളുടെ മെൻറ്റാലിറ്റി. അവർക്ക് തങ്ങളെക്കുറിച്ച് യാതൊരു അറ്റാച്ച്മെൻറ്റ് ലോകത്തൊന്നിനോടുമില്ലായിരുന്നു. അതായത് അവരുടെ ശരീരത്തോടും അറ്റാച്ച്മെൻ്റ് ഇല്ല, കുടുംബത്തോടില്ല, ഒന്നിനോടും അറ്റാച്ച്മെൻ്റ് ഇല്ല. അപ്പോൾ അവർ പ്രസൻറ്റിലാണ് ജീവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബുദ്ധിസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിനെക്കുറിച്ചും പേടിയില്ല. പക്ഷേ ബുദ്ധിസം എന്ന് പറയുന്നത്, ബുദ്ധനെന്ന് പറയുന്നത് ബോധോദയം ലഭിച്ച ആളാണ്, അതായത് ശുദ്ധബോധത്തിലോട്ട് ഉണർന്ന ആളാണ്. സാമുറായികൾ ബുദ്ധിസം ഉപയോഗിച്ച് മനസ്സിനെ ശക്തിപ്പെടുത്തി പ്രഭുക്കന്മാരോട് കൂറ് പുലർത്തുന്ന ഒരു ഐഡിയോളജി ആയിരുന്നു സാമുറായികൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സാമുറായിയെ പോലെ ഒരു മെൻറ്റാലിറ്റി വേണമെങ്കിൽ നിങ്ങൾ സെൻ ബുദ്ധിസ്റ്റ് ആവണം, അല്ലെങ്കിൽ ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്ത ഹണ്ടർ ഗ്യാദർ ബുദ്ധിസം ആവണം. അതായത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നത് എൻ്റെ ശരീരത്തോടായിരുന്നു. ആ ശരീരം ഞാൻ തന്നെ ADFും 2DF ഒക്കെ ഡയറ്റ് ചെയ്ത് സ്വയം എനിക്ക് തന്നെ ഇതിൻ്റെ എഫക്റ്റുകൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പഠിക്കാൻ തയ്യാറായി. വർഷങ്ങൾ കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത നാച്ചുറൽ ബോഡി, ആ മസിലൊക്കെ ലോസായാലും എനിക്കൊരു നഷ്ടബോധവും വിഷമവും ഇല്ല. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന എൻ്റെ ശരീരം നഷ്ടപ്പെട്ട് ഞാനൊരു എല്ലും തോലുമായി മാറിയാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇതാണ് ഹണ്ടർ ഗ്യാദർ ബുദ്ധിസത്തിൻ്റെ പവർ. നിങ്ങൾക്ക് ദുഃഖമോ വിഷമോ ഒന്നും ഒരിക്കലും വരത്തില്ല, കാരണം നിങ്ങൾക്ക് ഈ ലോകത്തൊന്നിനോടും അറ്റാച്ച്മെൻ്റ് ഇല്ല. നിങ്ങൾ പ്രസൻറ്റിലാണ് ജീവിക്കുന്നത്, നാളെക്കുറിച്ചുള്ള ചിന്തകളില്ല, ഇന്നലെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ഈ നിമിഷം ജീവിക്കുന്നു, ഒന്നിനോടും അറ്റാച്ച്മെൻ്റ് ഇല്ല.
ലവ് വിത്തൗട്ട് അറ്റാച്ച്മെൻറ്റ്, അതായിരിക്കും ഓരോ സാമുറായിയുടെയും മെൻറ്റാലിറ്റി. അപ്പോൾ ഇത് തന്നെയാണ് സാമുറായിസിൻ്റെ മനക്കരുത്തിൻ്റെ യഥാർത്ഥ സീക്രട്ട് എന്ന് പറയുന്നത്. സാമുറായിക്കൾ ട്രെയിനിങ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്തിരുന്നത് ജിമ്മ് ബോഡി അല്ലെങ്കിൽ മസ്കുലർ ബോഡി ഉണ്ടാക്കാനല്ല. അവർ തങ്ങളുടെ പ്രഭുക്കന്മാരുടെ ജീവൻ രക്ഷിക്കാനും തങ്ങളുടെ ശത്രുക്കളെ പരാജയപ്പെടുത്താനും തങ്ങളുടെ തന്നെ ജീവൻ സംരക്ഷിക്കാനുമൊക്കെയാണ് അവർ പരിശീലനം നടത്തിയിരുന്നത്. ഇപ്പോൾ സാമുറായിസ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് ഗ്രിപ്പ് സ്ട്രെങ്ത് അല്ലെങ്കിൽ പിടിശക്തിക്കാണ്. കാരണം സാമുറായിക്കളുടെ വാളുണ്ടല്ലോ, ആ വാള് പിടിക്കാൻ വേണ്ടി വളരെ ഗ്രിപ്പ് സ്ട്രെങ്ത് വേണം. സാമുറായിക്കളുടെ ഫിലോസഫി അനുസരിച്ച് വാൾ ഒരിക്കലും കയ്യിൽ നിന്ന് തെറിച്ചു പോകാൻ പാടില്ല. വാളിലൊരു പിടുത്തം പിടിച്ചാൽ അത് ഉടുമ്പ് പിടിച്ച പോലെ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഗ്രിപ്പ് സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി അവർ മണിക്കൂറുകളോളം നനഞ്ഞ അരി, ചൂടുള്ള മണൽ, അതിനൊക്കെ ഇങ്ങനെ വിരവുമായിരുന്നു. അതായത് അറിയാമല്ലോ ഗ്രിപ്പ് സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി. അപ്പോൾ ഗ്രിപ്പ് സ്ട്രെങ്ത് കൂട്ടാനുള്ള വർക്കൗട്ട് സാമുറായ്സ് ചെയ്തിരുന്നു. പിന്നെ ഉള്ളത് കാലിസ്തനിക്സ്, ബോഡി വെയ്റ്റ് ട്രെയിനിങ് ആണ്. പുള്ളപ്സ്, പുഷപ്സ്, സ്ക്വാട്ടുകൾ, അങ്ങനെയുള്ള വ്യായാമങ്ങൾ അവർ ചെയ്തിരുന്നു. പിന്നെ ഭാരമുള്ള കുറച്ച് വെയിറ്റുള്ള ചെരുപ്പിട്ടിട്ട് മലകൾ അവർ കയറിയിരുന്നു. ഇതൊക്കെയായിരുന്നു സാമുറായ്സിൻ്റെ പ്രധാന ട്രെയിനിങ് എന്ന് പറയുന്നത്. അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഗ്രിപ്പ് സ്ട്രെങ്തിന് തന്നെയാണ്. കാരണം വാളിലൊരു പിടുത്തം പിടിച്ചാൽ അത് ഉടുമ്പ് പിടിച്ച പോലെ ആയിരിക്കണം. വാൾ ഒരിക്കലും കയ്യിൽ നിന്ന് തെന്നിപ്പോവാൻ പാടില്ല എന്നുള്ളത് സാമുറായ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം തന്നെയായിരുന്നു. സാമുറായ്സിൻ്റെ ഡയറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാമുറായികളെല്ലാം ഒരിക്കലും ഒരേ റാങ്കിലുള്ളവരല്ല. ഉയർന്ന റാങ്കിലുള്ള സാമുറായ്സും ഉണ്ട്, താഴ്ന്ന റാങ്കിലുള്ള സാമുറായ്സും ഉണ്ട്. അവർക്ക് സമൂഹത്തിൽ കിട്ടുന്ന പരിഗണനയും വ്യത്യസ്തമായിരുന്നു. ഇപ്പോൾ താഴ്ന്ന റാങ്കിലുള്ള സമുറായ്സിൻ്റെ ഡയറ്റ് വേറെയാണ്, ഉയർന്ന റാങ്കിലുള്ള സമുറായ്സിൻ്റെ ഡയറ്റ് വേറെയാണ്. ഉദാഹരണം പറഞ്ഞാൽ താഴ്ന്ന റാങ്കിലുള്ള സമുറായ്സ് കഴിച്ചിരുന്നത് അരി, മിസോ സൂപ്പ്. ഞാൻ സോയയെക്കുറിച്ചുള്ള കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ, അതിൽ പറഞ്ഞിട്ടുണ്ട് ഈ മിസോ സൂപ്പിനെ കുറിച്ച്. മിസോ സൂപ്പ് സോയ കൊണ്ട് നിർമ്മിച്ച ഒരു ഉൽപ്പന്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് സോയ ഒരു പുരുഷനെ സ്ത്രൈണതയുള്ളതാക്കുമായിരുന്നുവെങ്കിൽ സാമുറായ്സ് മൊത്തം ടെസ്റ്റോസ്റ്ററോണൊന്നും ഇല്ലാത്ത ഫെമിനിനായിട്ടുള്ള ആളുകളായി മാറിയാനെ. അതുകൊണ്ടാണ് ഞാൻ സോയ ധൈര്യമായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ താഴ്ന്ന റാങ്കിലുള്ള സാമുറായ്സിൻ്റെ ഭക്ഷണം അരി, മിസോ സൂപ്പ്, അതായത് സോയ കൊണ്ടുള്ള സൂപ്പ്, അച്ചാർ, ഇവയായിരുന്നു. ഇനി ഉയർന്ന റാങ്കിലുള്ള സമുറായ്സിന് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഭക്ഷണമായിരുന്നു. അതായത് പ്രഭുക്കന്മാരുടെ തൊട്ട് താഴെയായിരുന്നു ഉയർന്ന റാങ്കിലുള്ള സാമുറായ്. അവർക്ക് മത്സ്യം, ടോഫു, അതും സോയ കൊണ്ടുള്ള ഉൽപ്പന്നമാണ്. ടോഫു, ചെറിയ പക്ഷികൾ, ബേഡ്സ്, അതായത് ഇറച്ചിയൊക്കെ അവർക്ക് കിട്ടുമായിരുന്നു. സമുറായ്സ് ദിവസവും 2 നേരം മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. അവർ ഒരുതരം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ 2 മീൽ ചെയ്യുമല്ലോ, അതുപോലത്തെ ഒരു ജീവിതശൈലിയായിരുന്നു സാമുറായ്സിൻ്റെയിൽ. അവർ പ്രോസസ്ഡ് ഫുഡൊന്നും അന്നില്ലാത്തതുകൊണ്ട് അത് കഴിച്ചിട്ടില്ല. 2 പാലുൽപ്പന്നങ്ങളും സാമുറായ്സ് കഴിച്ചിട്ടേയില്ല. അത് മൃഗപ്പാൽ ഉൽപ്പന്നമോ അവരുടെ ഡയറ്റിലേ ഇല്ലായിരുന്നു. പിന്നെ പഞ്ചസാര, ഇന്നത്തെ പോലെ പഞ്ചസാരയും അവരുടെ ഡയറ്റിലില്ല. അവരൊരു ബുദ്ധിസ്റ്റുകളായിരുന്നു, ഒരുതരം ബുദ്ധിസ്റ്റ് വാറിയേഴ്സ് ആയിരുന്നു ഈ സാമുറായി എന്ന് പറയുന്നത്. അതായത് അവരുടെ ജീവിതം വളരെ ലളിതം, മിനിമലിസ്റ്റുകളായിരുന്നു. അവരുടെ ബോഡി എന്ന് പറയുന്നത് എൻഡുറൻസിനെ ബേസ് ചെയ്തുള്ള ഒരു ഹണ്ടർ ഗ്യാദർ ലീൻ ബോഡിയായിരുന്നു. എപ്പോഴും എന്തിനും റെഡിയായ ഒന്നായിരുന്നു. കാരണം അവരുടെ മനസ്സിൽ നാളെക്കുറിച്ചുള്ള ചിന്തയില്ല, ഇന്നലെക്കുറിച്ചുള്ള ചിന്തയില്ല. പ്രസൻറ്റിൽ ഈ നിമിഷം എന്തിനും റെഡിയാണ്. ലോകത്തൊന്നിനോടും അറ്റാച്ച്മെൻ്റ് ഇല്ല. എന്ത് സംഭവിച്ചാലും അവർക്കൊരു നഷ്ടബോധവുമില്ല. ഇതായിരുന്നു സാമുറായിയുടെ മാനസികാവസ്ഥ. സമുറായ്സിനെ കുറിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സെമൻ റിട്ടൻഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സമുറായ്സിന് ഭാര്യമാരും മക്കൾമാരും ഒക്കെ ഉണ്ടെങ്കിലും അവർ തങ്ങളുടെ ഭാര്യമാരുമായിട്ട് ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുമെങ്കിലും പല സമുറായ്സും പോരാട്ടത്തിന് മുമ്പ്, അതായത് ഒരു ഫൈറ്റിനോ പോരാട്ടത്തിനോ ഒക്കെ മുമ്പ് തന്നെ അവർ ഈ ലൈംഗിക ബന്ധത്തിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുമായിരുന്നു. സ്ഥിരമായിട്ടല്ല, എന്തെങ്കിലും ഒരു പ്രധാന കാര്യം. ഇപ്പോൾ ഉദാഹരണം, ആധുനിക ലോകത്ത് സ്പോർട്സിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ ആ കോമ്പറ്റീഷന് മുമ്പ് 1 മാസം മുമ്പൊക്കെ ഈ ലൈംഗിക ബന്ധത്തിൽ നിന്ന് വിട്ടു നിൽക്കും. അതുപോലെ സമുറായ്സ് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഫൈറ്റോ പ്രഭുക്കന്മാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പോരാട്ടങ്ങൾ നടത്തുന്നതിന് മുമ്പ്, പോരാട്ടങ്ങളുണ്ടെങ്കിൽ അതിനു മുമ്പ് ഈ സെമൻ റിട്ടൻഷൻ അവർ ചെയ്തിരുന്നു. അതായത് ലൈംഗിക ബന്ധത്തിൽ നിന്ന് വിട്ട് നിന്നിരുന്നു. കാരണം ഈ ലൈംഗിക ബന്ധത്തിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ ഇവർക്ക് സെക്സ്വൽ ഫ്രസ്ട്രേഷൻ കൂടും. ആ സെക്സ്വൽ ഫ്രസ്ട്രേഷൻ
തങ്ങളുടെ ശത്രുക്കളോട് ഫൈറ്റ് ചെയ്യുമ്പോൾ ആ സെക്സ്വൽ ഫ്രസ്ട്രേഷൻ തങ്ങളെ കൂടുതൽ കരുത്തുള്ളവരാക്കുമെന്നായിരുന്നു സാമുറായികളുടെ വിശ്വാസം. അല്ലാതെ ജീവിതകാലം മൊത്തം ഈ സെമൻ റിട്ടൻഷൻ ചെയ്ത് വീര്യവും പിടിച്ചു വെച്ചുകൊണ്ട് ഇരിക്കുന്ന ആളുകളല്ല സാമുറായ്സ്. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം വരുമ്പോൾ തീർച്ചയായിട്ടും അവർ സെമൻ റിട്ടൻഷൻ പല സാമുറായ്സും പ്രാക്ടീസ് ചെയ്തിരുന്നു. അതായത് സ്ത്രീകളുമായുള്ള ബന്ധം എനർജി കുറയ്ക്കുമെന്ന് സാമുറായ്സ് വിശ്വസിച്ചിരുന്നു. വെറും വിശ്വാസമല്ല, അവരുടെ അനുഭവം എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അവർ കൂടുതൽ വാല്യൂ കൊടുത്തിരുന്നത് പുരുഷ ശിഷ്യ ബന്ധത്തിനാണ്, ഗുരു ശിഷ്യ ബന്ധത്തിനാണ്. അവരെ സ്പിരിച്വലി കൂടുതൽ ശക്തരാക്കും. ഇതായിരുന്നു സാമുറായ്സിൻ്റെ മറ്റൊരു ടെക്നിക്ക്. ചുരുക്കി പറഞ്ഞ ഒരു സമുറായി എന്ന് പറഞ്ഞാൽ തങ്ങളുടെ പ്രഭുക്കന്മാർക്ക് വേണ്ടി വിശ്വസ്തയോടുകൂടി ജീവിച്ച് പോരാടി മരിക്കുന്ന കുറേ വ്യക്തികളാണ് സമുറായിസ്. അവർക്ക് ഭയമില്ല, അവർക്ക് മരിക്കാൻ പേടിയില്ല, ആരെയും കൊല്ലാനും പേടിയില്ല, അവരുടെ കുടുംബം നഷ്ടപ്പെടുമെന്നുള്ള പേടിയില്ല, തങ്ങളുടെ കുട്ടികൾ അനാഥമാവുമെന്നുള്ള പേടിയില്ല. അവർക്ക് ആകെപ്പാടെ അവർക്ക് കൂറുള്ളത് തങ്ങളുടെ പ്രഭുക്കന്മാരോട് മാത്രമാണ്. അവർ ജീവിച്ചത് തന്നെ തങ്ങളുടെ പ്രഭുക്കന്മാർക്ക് വേണ്ടി മാത്രമാണ്.